ഒരുപാട് സമൂഹങ്ങളെ നശിപ്പിച്ച കഥ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ചിലരെ പ്രളയം കൊണ്ട്, മറ്റു ചിലരെ കൊടുങ്കാറ്റുകൊണ്ട്. ഫഅമ്മാ സമൂദ് ഫഉഹ്ലികൂ ബിത്താഗിയ്യ. സമൂദ് ഗോത്രത്തെ നാം പ്രകമ്പനം കൊണ്ട് നശിപ്പിച്ചു എന്ന് ഖുർആൻ പറയുന്നു. വഅമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസരിൻ ആതിയ. കൊടുങ്കാറ്റ് കൊണ്ടാണ് ആദ് സമൂഹത്തെ നശിപ്പിച്ചത് എന്നും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ശിക്ഷയെക്കുറിച്ച് പറയാൻ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന പദം അദാബ് എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 266 തവണ അദാബ് എന്ന് പറയുന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. ശിക്ഷയെക്കുറിച്ച് പറയുന്നിടത്ത് സാധാരണഗതിയിൽ അള്ളാഹു അവന്റെ റഹ്മത്തിനെ കുറിച്ച്, അവന്റെ മഗ്ഫിറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ശിക്ഷ പറയുക. ഇന്ന റബ്ബക ലദു മഗ്ഫിറത്തിൻ വദു ഇഖാബിൻ അലീം. നിന്റെ റബ്ബ് പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ശിക്ഷിക്കുന്നവനാണ് എന്ന് പറയുക. അപൂർവം ചില സ്ഥലങ്ങളിൽ ഈ ഒരു ക്രമം അള്ളാഹു മാറ്റിയിട്ടുണ്ട്. അവന്റെ റഹ്മത്തിനെ കുറിച്ച് പറയാതെ, മഗ്ഫിറത്തിനെ കുറിച്ച് പറയാതെ ശിക്ഷയെക്കുറിച്ച് പറയുന്ന ചില ആയത്തുകളുണ്ട്. അതിലൊരായത്ത് സൂറത്തുൽ അഅറാഫിലെ 167 ഒരായത്താണ്. അള്ളാഹുവിന്റെ ശിക്ഷകൾക്ക് ചില വിശേഷണങ്ങൾ കൊടുക്കാറുണ്ട്. അദാബുൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷ. അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷ. ഇങ്ങനെ ഏതാണ്ട് 12 തരത്തിൽ അള്ളാഹു അവന്റെ ശിക്ഷകളെ കുറിച്ച് പറയുന്ന രീതിയുണ്ട്. ഇതിൽ ഒരിടത്തു മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ അഅറാഫിലെ 167 ആയത്തിൽ മാത്രം അള്ളാഹു മറ്റൊരു പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അദാബുൻ ബഈസ്, നിന്ദ്യമായ അപമാനമുണ്ടാക്കുന്ന ശിക്ഷയെന്നാണ്. സാധാരണഗതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിഷേധിച്ച കാഫിറുകളായ ആളുകളുടെ ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ നിന്ന് ഭിന്നമായി മുസ്ലിം ഉമ്മത്തിനെ ശിക്ഷിച്ച ഒരു കഥ പറയുന്നുണ്ട് ഖുർആൻ. അതും ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ അഅറാഫിലെ 167 ആയത്താണ്. ഇങ്ങനെ വളരെ സവിശേഷതകളോടുകൂടി വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന ഈ സംഭവം ഏതാണ്? ഇന്നത്തെ ജോർദാൻ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഐല എന്ന് പറയുന്ന തുറമുഖത്ത് താമസിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളായിരുന്ന ഒരു കൂട്ടം മുസ്ലിങ്ങളെ കുറിച്ചാണ് ഖുർആൻ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇവര് ബനൂ ഇസ്രായേലിൽ വന്ന പ്രവാചകന്മാരുടെ കൈവഴിയാൽ മുസ്ലിങ്ങളായ ഒരു സമൂഹമായിരുന്നു. ആ മുസ്ലിം ഉമ്മത്ത് മുസ്ലിമക്ക് നിരക്കാത്ത ചില തിന്മകൾ പ്രകടമായി. വിശേഷിച്ചും അവരിലെ ചെറുപ്പക്കാർ അധാർമികതകളിലേക്ക്, തെറ്റിലേക്ക് വഴി നടന്നു. ഈ ഉമ്മത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർ അവരുടെ പ്രവാചകരോട് ആവശ്യപ്പെട്ടിട്ട് അള്ളാഹുവിനോട് തങ്ങൾക്ക് നിശ്ചിതമായ ഒരു ദിവസം ഇബാദത്തെടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു തരണം. ഒരു ദിവസം മാത്രം. ബാക്കി 6 ദിവസവും ഞങ്ങളുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താനുള്ള അനുമതി വാങ്ങിയിരുന്നു. അങ്ങനെ അള്ളാഹു അവരോട് 6 ദിവസം അവർക്ക് അവരുടെ ജീവിത വൃത്തിക്ക് വേണ്ടി പണിയെടുക്കാം. എന്നാൽ 7-ാം നാൾ ശനിയാഴ്ച ദിവസം, സാബത്ത് നാൾ,
അന്നവർ അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട ഒരു കർമ്മവും ചെയ്യരുത്, ആരാധനകൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നായിരുന്നു അള്ളാഹു അവരോട് വാങ്ങിയിരുന്ന കരാർ. ആ സമൂഹത്തിലെ ചെറുപ്പക്കാർ വഴിതെറ്റാൻ തുടങ്ങിയപ്പോ, അവരിൽ അധാർമികതകൾ പെരുകിയപ്പോ അള്ളാഹു അവരെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആ പരീക്ഷണത്തിൽ അള്ളാഹു തിരഞ്ഞെടുത്തത് അവരോട് വാങ്ങിയ ഈ കരാറ് തന്നെയായിരുന്നു, അവരുടെ ഉപജീവന മാർഗമായിരുന്നു. ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളായതുകൊണ്ട് മത്സ്യം പിടിക്കാൻ വേണ്ടി അവർ കടലിലേക്ക് പോകും. ഇത് തഅതീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുർഅൻ വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം. അങ്ങനെ അവർ മത്സ്യം പിടിക്കാൻ പോകുമ്പോ മത്സ്യം തീരക്കടലിലില്ല, തീരെ മത്സ്യം കിട്ടാതായി. അതേസമയം അവർ മത്സ്യം പിടിക്കരുത് എന്ന് പറഞ്ഞ ശനിയാഴ്ച ദിവസം അവരുടെ പള്ളികളിലേക്ക്, ആരാധനാലയങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് തഅതീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുർഅൻ. അവരെങ്ങനെ ആരാധനാലയങ്ങളിലേക്ക് പോകുമ്പോൾ കടലിന്റെ തീരത്തിങ്ങനെ മത്സ്യങ്ങൾ കൂടി നിൽക്കുന്നു. അന്നാണെങ്കിൽ അവർക്ക് മത്സ്യം പിടിക്കാൻ അനുവാദവുമില്ല. അപ്പോൾ അതേ ചെറുപ്പക്കാർ തന്നെ ഒരു തന്ത്രം ആവിഷ്കരിച്ചു. അവർ കടലിന്റെ തീരത്ത് വലിയ ചാലുകളും കുളങ്ങളും തീർത്തു. അങ്ങനെ വേലിയേറ്റ സമയത്ത് കടൽ കയറി വരുമ്പോൾ കൂട്ടത്തിൽ വരുന്ന മത്സ്യങ്ങൾ ഈ കുളത്തിൽ അടിയും, ഈ ചാലുകളിൽ അടിയും. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങളോട് മീൻ പിടിക്കരുത്, ഉപജീവനം നടത്തരുത് എന്ന് പറഞ്ഞ ദിവസമാണല്ലോ ശനിയാഴ്ച ദിവസം. അവര് പറഞ്ഞു, ഞങ്ങൾ മത്സ്യം പിടിച്ചിട്ടില്ല, ഞങ്ങൾ കുളങ്ങൾ തീർത്തിട്ടേ ഉള്ളൂ എന്ന് മറുന്യായം പറഞ്ഞു. ഈ സമൂഹത്തെ അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചപ്പോ റബ്ബ് പറയുന്നു, അവരിൽ 3 തരം ആളുകൾ ഉണ്ടായിരുന്നു. അതിലൊരു വിഭാഗം അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് അധാർമികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ. രണ്ടാമത്തെ ഒരു വിഭാഗം ഖുർആൻ പറയുന്നു, വഇദ് ഖാലത്തു ഉമ്മത്തും മിൻഹും ലിമ തഅലൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദൻ. രണ്ടാമത്തെ ഒരു വിഭാഗം അവരിലെ തിന്മകൾ പ്രകടമായപ്പോൾ അതിനെതിരെ സമരം ചെയ്ത, തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമൂഹത്തിലേക്ക് ഇറങ്ങി നടന്ന സത്യവിശ്വാസികളായ ഒരു വിഭാഗം ആളുകൾ. ഈ 2 പേരെ കൂടാതെ മൂന്നാമത്തെ വിഭാഗം വഇദ് ഖാലത്തു ഉമ്മത്തും മിൻഹും ലിമ തഅലൂന ഖൗമൻ. അവർ സത്യവിശ്വാസികളായിരുന്നു. പക്ഷെ അവർ ചെയ്ത പണി ഈ ചെറുപ്പക്കാരെ ഉപദേശിക്കാൻ നടന്ന, തിരുത്താൻ നടന്ന വിഭാഗത്തോട് പറഞ്ഞു, ലിമ തഅലൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ അലീമ അദാബൻ ശദീദ. നിങ്ങൾ എന്തിനാണ് ആ ചെറുപ്പക്കാരുടെ പുറകെ നടക്കുന്നത്?
അവർ തെറ്റു ചെയ്യുന്നുവെങ്കിൽ അവരത് അനുഭവിച്ചു കൊള്ളട്ടെ. അള്ളാഹു അവർക്ക് കഠിനമായ ശിക്ഷ കൊടുത്തോളും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി ഇരുന്നാൽ പോരെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ. അവര് പറഞ്ഞു, ഖാലു മഅ്ദിറത്തൻ ഇലാ റബ്ബിഹിം, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. നിങ്ങളുടെ ഈ ഉമ്മത്തിൽ അധാർമികതകൾ പെരുകുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദത പാലിച്ചു എന്ന് അള്ളാഹു ഞങ്ങളോട് ചോദിക്കും. ഖാലു മഅ്ദിറത്തൻ ഇലല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് സമാധാനം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ചെറുപ്പക്കാരുടെ പുറകെ അവരുടെ തെറ്റിനെ തിരുത്താൻ വേണ്ടി നടക്കുന്നത് എന്ന് അവർ മറുപടി പറഞ്ഞു. ആ നല്ലവരായ മനുഷ്യന്മാർ മറുപടി പറഞ്ഞു. നമ്മുടെ ഈ കാലഘട്ടത്തിലുമുണ്ട് അങ്ങനെ ചില മനുഷ്യന്മാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുറ്റുപാടിൽ എന്ത് നടക്കുന്നു എന്നതൊരു പ്രശ്നമേ അല്ല. നമ്മുടെ ചെറുപ്പക്കാർ വഴിവിട്ടു പോകുന്നതോ അവന്റെ വിശ്വാസങ്ങളോ അവന്റെ പുതിയ ശൈലികളോ അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളല്ല. ഈ ഉമ്മത്തിലെ പെൺകുട്ടികൾ വഴിവിട്ടു പോകുന്നത് അവരുടെ ചർച്ചാ വിഷയമേ അല്ല. അവര് പറയുന്ന വർത്തമാനം ഇതാണ്, ലിമ തഅലൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. അവര് തെറ്റ് ചെയ്യുന്നെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിച്ചുകൊള്ളും, നിങ്ങൾ എന്തിനാണ് അവരുടെ പുറകെ നടക്കുന്നത്? ഇങ്ങനെ 3 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ അഅറാഫ് തുടങ്ങുന്നത്, ഈ പറയുന്ന 163-ാമത്തെ ആയത്ത് തുടങ്ങുന്നത്. എന്നിട്ട് അള്ളാഹ് പറയുന്നു, ഈ ആളുകളെ അള്ളാഹു ശിക്ഷിച്ചു. ആയത്ത് പറയുന്നു, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, നാം അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർ അവഗണിക്കുകയപ്പോൾ, മറന്നു കളഞ്ഞപ്പോൾ, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, തെറ്റിനെ തടയാൻ വേണ്ടി ശ്രമിച്ച, തെറ്റിനെ തിരുത്താൻ വേണ്ടി ഇറങ്ങിയ വിഭാഗത്തെ നാം രക്ഷപ്പെടുത്തി. വഅഖദിനല്ലദീന വലമൂ ബിഅദാബിൻ ബഈസ്, അക്രമികളായ മറ്റുള്ളവരെ നാം നിന്ദ്യമായ ശിക്ഷ കൊണ്ട് പിടികൂടി. ഇതാണ് ഖുർആന്റെ പരാമർശം. തുടക്കത്തിൽ 3 വിഭാഗത്തെ പറഞ്ഞ ഖുർആൻ അവസാനിപ്പിക്കുമ്പോ 2 വിഭാഗത്തെയാണ് പരാമർശിക്കുന്നത്. ഒരു വിഭാഗം തെറ്റു ചെയ്ത, തെറ്റിൽ നിന്ന് തിരുത്താൻ നടന്ന സത്യവിശ്വാസികളുടെ സംഘമാണ്. അതേസമയം ബാക്കി മുഴുവൻ വിഭാഗത്തെയും, തെറ്റു ചെയ്തവരെയും ആ സമൂഹത്തിൽ തെറ്റുകൾ വ്യാപിക്കുമ്പോൾ നിശബ്ദത പാലിച്ച, നിസ്സംഗത പാലിച്ച വിഭാഗത്തെയും ഖുർആൻ പ്രയോഗിച്ചത് വഅഖദിനല്ലദീന വലമൂ ബിഅദാബിൻ ബഈസ്, അവരെ നാം നിന്ദ്യമായ ശിക്ഷ കൊണ്ട് പിടികൂടിയെന്നാണ്. എന്ന് പറഞ്ഞാൽ തെറ്റു ചെയ്യുന്നവർ മാത്രമല്ല, തെറ്റിനെതിരെ സമൂഹത്തിൽ വ്യാപിക്കുന്ന അധാർമികതകൾക്കെതിരെ നിസ്സംഗത പാലിക്കുക എന്നത് അക്രമത്തിന് തുല്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറയുന്നു അവരെ കൊടുത്ത ശിക്ഷ, ഫഅലമ്മാ അതൗ അമ്മാ നുഹു അൻഹു ഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ, അവർ നമ്മുടെ കൽപ്പനകളെ ധിക്കരിച്ചപ്പോ നാം അവരെ കുരങ്ങന്മാരാക്കി മാറ്റി. ഇതാണ് ഖുർആന്റെ പരാമർശം. ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നു, കുരങ്ങന്മാരാക്കി മാറ്റിയപ്പോ ആ ശിക്ഷ അവർക്ക് നിന്ദ്യമാകാൻ വേണ്ടി, അദാബുൻ ബഈസ്, അപമാനകരമായ ശിക്ഷയാകാൻ വേണ്ടി അള്ളാഹു ചെയ്ത പണി, അവരുടെ ഉടലുകൾ മാത്രം കുരങ്ങന്റെ കോലത്തിലായി. ഉടലുകൾ മാത്രം, മനസ്സ് മനുഷ്യന്റേത്. അപ്പോഴേ അവർക്ക് ശിക്ഷ മനസ്സിലാവുകയുള്ളൂ. ഇന്നലെ വരെ മനുഷ്യനായി നടന്ന ഒരുത്തൻ ഇന്ന് അടിമുടി കുരങ്ങായി പോയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നവും ഉണ്ടാകാനില്ല. കാരണം അയാൾ ചിന്തയിലും ബുദ്ധിയിലുമൊക്കെ കുരങ്ങൻ തന്നെയാണ് എങ്കിൽ. പക്ഷെ റബ്ബെന്താ ചെയ്തത്? അവരുടെ കോലം മാത്രം കുരങ്ങന്റേതാക്കുകയും മനസ്സ് മനുഷ്യന്റേതാക്കി നിലനിർത്തുകയും ചെയ്തു. അങ്ങനെയാണ് അതിലൊരുത്തൻ തന്റെ ഭാര്യയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ഓടി വരുന്നത്. കുരങ്ങന്റെ രൂപത്തിൽ വരുമ്പോ ഭാര്യ പറയുന്നു, ഉപ്പ, നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു കുരങ്ങൻ വന്ന് നിൽക്കുന്നു, രാവിലെ മുതലുണ്ട്. ഇന്നലെ വരെ തന്റെ കൂടെ കിടന്ന ഭാര്യയെ കാണാൻ വേണ്ടി വരുന്ന മനുഷ്യനാണത്. അപ്പൊ മോനോട് പറയുന്നു, മോനെ, ഇനി ആ കുരങ്ങനെ കല്ലെടുത്തെറിഞ്ഞോടിക്കും. അങ്ങനെ സ്വന്തം മകന്റെ കല്ലേറുകൊണ്ട് തിരിഞ്ഞോടേണ്ടി വരുന്ന ഒരു പിതാവ് വാപ്പയെയും ഉമ്മയെയും കാണാൻ വേണ്ടി വീട്ടിലേക്ക് ഓടി വരുമ്പോ, ഇതെന്താണ് രാവിലെ മുതൽ ഒരു കുരങ്ങൻ നമ്മുടെ തൊടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നല്ലോ, നമ്മുടെ അടുക്കളയിലും വരാന്തയിലും ഒക്കെ അതിങ്ങനെ കയറി വരുന്നുണ്ടല്ലോ, എറിഞ്ഞോടിക്കുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും. ഇതാണ് റബ്ബ് പറഞ്ഞത്, അവരെ നാം നിന്ദ്യമായ ശിക്ഷ കൊണ്ട് പിടികൂടിയെന്ന്. എന്തായിരുന്നു ആ ശിക്ഷയുടെ കാരണം? വിശുദ്ധ ഖുർആൻ പറയുന്നു, സമൂഹത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ, വിശേഷിച്ചും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവുന്ന അരുതായ്മകൾക്കെതിരെ നിസ്സംഗത പുലർത്തുന്നവരുടെ ശിക്ഷയെക്കുറിച്ച് പറയുന്നിടത്താണ് ഖുർആൻ ഇത് പറയുന്നത്. അല്ലാഹ് തന്നെ പറയുന്നു, ലുഇനല്ലദീന കഫറു അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം,
لعن الذين كفروا من بني إسرائيل على عيسى بن مريم على لسان داവൂദ وعيسى بن مريم. ദാവൂദിന്റെയും ഈസയുടെയും നാവിലൂടെ നാം ബനു ഇസ്രായേലികളെ ശപിച്ചിരിക്കുന്നു. ആ ശപിക്കാനുള്ള കാരണം കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, അവർ പരസ്പരം ചെയ്തുകൊണ്ടിരുന്ന, അവരുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരുന്ന അധാർമികതകൾക്കെതിരെ അവർ പ്രതികരിച്ചിരുന്നില്ല എന്നതാണ്. ഞാൻ പറയുന്നത് മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. നമ്മളൊരു ഖൗമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. സാധാരണ ആളുകൾ കൂടുന്നതിന് ഖൗമ് എന്ന് പറയാം. പക്ഷെ ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരു സന്ദേശവും ഒരു ലക്ഷ്യവുമുള്ള സമൂഹത്തിനാണ്. നമ്മളെക്കുറിച്ച് റബ്ബ് നമ്മോട് പറഞ്ഞത് നിങ്ങളൊരു ഉമ്മത്താണ്. വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളൊരു ഉമ്മത്താണ്. നമ്മൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത്, ഉമ്മത്ത് മുസ്ലിമ എന്നത്. എന്നിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്, ഈ ഉമ്മത്ത് മുസ്ലിമയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ വിഷയങ്ങളായി മാറുന്നില്ല എങ്കിൽ, ഈ ഉമ്മത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപചയങ്ങൾ നമ്മുടെ ചർച്ചാ വിഷയമാകുകയും നമ്മൾ അതിന് പ്രതിരോധിക്കുകയും തീർക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ബനു ഇസ്രായേലിനെ കണ്ടുപിടിക്കണം. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന പാഠത്തിൽ നിന്ന് നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. റസൂൽ പറഞ്ഞു, ഉമ്മത്ത് മുസ്ലിമ എന്ന് പറയുന്നത് ഒരു കപ്പലിൽ സഞ്ചരിക്കുന്ന സംഘത്തെ പോലെയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നവന്റെ ഉദാഹരണം ഒരു കപ്പലിൽ സഞ്ചരിക്കുന്ന ഒരു സംഘത്തെ പോലെയാണ്. ആ കപ്പലിന് രണ്ട് തട്ടുണ്ട്. മസലുൽ ഖായിമി ഫീ ഹുദൂദില്ലാഹി വൽ വാഖി കമസലി ഖൗമിൻ ഇസ്തഹമ്മു അലാ സഫീനത്തിൻ. അങ്ങനെ അവർ നെറുക്കിട്ടപ്പോ ഒരു വിഭാഗം കപ്പലിന്റെ മുകൾ തട്ടിലായി, മറുവിഭാഗം കപ്പലിന്റെ താഴ്ത്തട്ടിലായി. അങ്ങനെ രണ്ട് തട്ടിലായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഉമ്മത്ത് മുസ്ലിമ ഒരു കപ്പലിൽ. അങ്ങനെ താഴെ ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വെള്ളം വേണ്ടി വന്നാൽ അവർ മുകളിലെ തട്ടിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ കുറെ നേരം മുകളിലേക്ക് ഇങ്ങനെ വെള്ളമെടുക്കാൻ പോയപ്പോ താഴെ തട്ടിലിരുന്ന ആളുകൾ പറഞ്ഞു, നമ്മൾ എന്തിനാ ഇത്ര പാടുപെട്ട് മുകളിലേക്ക് പോകുന്നത്? നമ്മൾ ഈ കപ്പലിന്റെ താഴെ ഒരു ദൂരമുണ്ടാക്കിയാൽ പോരെ. അങ്ങനെയാണ് അവർ കൂടിയെടുത്ത തീരുമാനം. നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിന്റെ അടിഭാഗത്തൊരാൾ ദൂരമുണ്ടാക്കിയാൽ എന്തു സംഭവിക്കുമെന്ന്. അപ്പോൾ മുകളിലിരിക്കുന്ന ആളുകൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മഹല്ല്, ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ ദർസ്, ഞങ്ങളുടെ സംവിധാനങ്ങൾ വളരെ കൃത്യമായി നടന്നു പോകുന്നു. അവരെന്ത് ചെയ്യുന്നു, അവർക്ക് എന്ത് ബാധിക്കുന്നു എന്നത് ഞങ്ങളുടെ ചർച്ചയുടെ വിഷയമേ അല്ല. അതുകൊണ്ട് താഴത്തെ കപ്പലിലുള്ള ആളുകൾ കപ്പലിന് ദൂരമുണ്ടാക്കട്ടെ, അതിൽ വെള്ളം കയറട്ടെ, നമ്മളത് പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഫഇൻ തറകൂഹും വമാ അറാദു, അവരെ നിങ്ങൾ ആ കാണിക്കുന്ന അധാർമികതയ്ക്ക്, തെമ്മാടിത്തരത്തിന് നിങ്ങൾ അവരെ വെറുതെ വിടുകയാണ്, നിങ്ങൾ നിശബ്ദത പാലിക്കുന്നു എങ്കിൽ ഹലകു ജമീഅൻ, എല്ലാവരും നശിക്കും. ഈ കപ്പലെന്നടങ്കം വെള്ളം കയറി നശിച്ചു പോകും, ഈ ഉമ്മത്ത് മുസ്ലിമ നശിച്ചു പോകും. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, അല്ല, ആ സമൂഹത്തിൽ അധാർമികതകൾ ഉണ്ടാകുമ്പോ എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് മുസ്ലിമയുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നതിൽ, അവരുടെ പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിൽ, അവരിലേക്ക് വ്യത്യസ്തമായ ആചാരങ്ങളും ശീലങ്ങളും കടന്നു വരുന്നതിൽ നമുക്ക് പ്രശ്നമില്ല. ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതി എന്ന് തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവരെ അങ്ങനെ വിടാൻ തീരുമാനിച്ചാൽ ഈ കപ്പൽ ഒന്നാകെ മുങ്ങിപ്പോകുമെന്നതാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോ അധ്യക്ഷന്റെ പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഉമ്മത്ത് മുസ്ലിമ ഇത്രയും അധികം പ്രതിസന്ധികൾ നേരിട്ട ഒരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. എല്ലായിടത്തും നിന്നുമുള്ള ആരോപണങ്ങളാണ്. കവി പറഞ്ഞതുപോലെ ലൗകാന റൂഹൻ വാഹിദൻ ലൽതഖൈതുഹു, ഒരൊറ്റ കുന്തമാണ് വരുന്നതെങ്കിൽ ഞാൻ അതിനെ നേരിട്ടേനെ. വലാകിന്നഹു റുംഹുൻ ബഅദഹു സാനിം വസാലിസു, ഇതൊരൊറ്റ കുന്തമല്ല, ഒന്നിനു പുറകെ ഒന്നൊന്നായി ഒരുപാട് കുന്തങ്ങൾ ഉമ്മത്ത് മുസ്ലിമയെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അതിദാരുണമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, യൂശിക്കു അൻ തദഅ അലൈക്കുമുൽ ഉമമു കമാ തദഅ അൽ അകലതു ഇലാ ഖിസഇഹാ, ആളുകൾ ഇങ്ങനെ വിശന്നു വലഞ്ഞ വിശപ്പോടുകൂടിയ ആർത്തിപ്പണ്ടാരങ്ങൾ അവരുടെ മുന്നിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്താൽ ഓരോരുത്തരും ഭക്ഷണം കിട്ടാൻ എങ്ങനെ മത്സരത്തോടുകൂടി മാന്തിപ്പറിച്ചെടുക്കുമോ, അതുപോലെ ആർത്തു വലഞ്ഞ ആളുകൾ ഭക്ഷണത്തലയിലേക്ക് ഓടിയെടുക്കുന്നത് പോലെ ഈ ഉമ്മത്ത് മുസ്ലിമയെ ആളുകൾ പങ്കിട്ടെടുക്കുന്ന ഒരു കാലം വരും. അങ്ങനെ ഒരു കാലം വരും. അവർ ചോദിക്കുന്നുണ്ട്, അവമിൻ ഖില്ലത്തിൻ ബിനാ യൗമഇദിൻ യാ റസൂലല്ലാഹ്, അല്ല പ്രവാചകരെ, ഉമ്മത്ത് മുസ്ലിമ എന്ന് വളരെ കുറഞ്ഞ ആളുകളായത് കൊണ്ടാണോ അവരെ ഇങ്ങനെ ആളുകളൊക്കെ പിച്ചിപ്പറിക്കാൻ നടക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, ബൽ അൻതും കസീറൂൻ വലാകിന്നകും കൗസാഉൻ കൗസാഇസ് സൈൽ, മലവെള്ളപ്പാച്ചിലിൽ വരുന്ന പൊങ്ങുതടി പോലെ പ്രതികരിക്കാത്ത
പ്രതികരിക്കാത്ത, സംസ്കരണം നടക്കാത്ത വെറും ഒരു ചപ്പുചണ്ടി പോലെ ആയിത്തീരുന്ന ഒരു കാലം മുസ്ലിം സമൂഹത്തിന് വരാനിരിക്കുന്നത് എന്ന് അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സഹാബികൾ ചോദിക്കുന്നതിന് എന്താണ് അതിന്റെ കാരണം? റസൂലിന്റെ മറുപടി, വഖദ് അസാബഹുൽ വഹൻ, അവർക്ക് വഹന് ബാധിച്ചിരിക്കുന്നു. ഫഖാല വമൽ വഹ്നു യാ റസൂലല്ലാഹ്, എന്താണ് ഈ വഹൻ എന്ന് പറഞ്ഞാൽ? ഖാല ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ആ ഉമ്മത്ത് മുസ്ലിമക്ക് അവരുടെ ദുനിയാവിന്റെ കാര്യം മാത്രം, തങ്ങൾ ഓരോരുത്തരുടെയും സാമ്പത്തികമായ ജീവിതം മാത്രം, തങ്ങളുടെ സ്വന്തമായ സുരക്ഷ മാത്രം, മറ്റൊരാളെയും പരിഗണിക്കാത്ത, സമൂഹത്തിൽ നടക്കുന്ന വ്യതിചലനങ്ങളെ കുറിച്ച് ആലോചനയില്ലാത്ത, ഈ ഉമ്മത്തിന്റെ ദീനിനെ സംരക്ഷിക്കണമെന്ന ബോധമില്ലാത്ത അങ്ങനെ ഒരു വഹ്നു സംഭവിക്കും. അതാണ് കാരണമെന്ന് പഠിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അള്ളാഹിന്റെ റസൂൽ പ്രവചിച്ചതുപോലെ എല്ലാ തരത്തിലുമുള്ള ആരോപണങ്ങളുണ്ട്. ഈ ഉമ്മത്തിനെ ഭീകരവാദികളാക്കി നിൽക്കാൻ വേണ്ടിയിരുന്ന ഒരു വലിയ സംഘം, ഈ ഉമ്മത്തിനെ ആളുകൾക്കിടയിൽ ജീവിക്കാൻ പറ്റാത്ത 6-ാം നൂറ്റാണ്ടിന്റെ പഴയ ഗോത്ര സംസ്കൃതിയുടെ പിന്മുറക്കാരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന മറ്റൊരു വർഗം, ഈ ഉമ്മത്തിനെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപരിഷ്കൃതരാണ് എന്ന് പറഞ്ഞ് പേരുകുട്ടുന്നൊരു ആളുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിരുദ്ധമായ നിലപാട് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ട്രെൻഡാണ്. കേരളത്തിലെ വളരെ പ്രസിദ്ധിയുള്ള ഒരു ആഴ്ചപ്പതിപ്പിന്റെ എഡിറ്റോറിയൽ മീറ്റിംഗ് നടക്കുകയാണ്. ചർച്ച നമ്മുടെ പത്രത്തിന്റെ സർക്കുലേഷൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നമ്മുടെ വാരികയുടെ സർക്കുലേഷൻ കുറയുന്നു, എന്താണ് പരിഹാരം? ആ പരിഹാരം അവർ അവസാനം കണ്ടെത്തിയ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ലക്കത്തിൽ ചുരുങ്ങിയത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ പത്രത്തിൽ, നമ്മുടെ വാരികയിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള, ഇസ്ലാമിനെ ആരോപിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം വന്നാൽ മതി. അത് വാങ്ങാൻ ആളുണ്ടാകും, അത് പ്രചരിപ്പിക്കാൻ ആളുണ്ടാകും, പറയാൻ ആളുണ്ടാകും. പത്രത്തിന്റെ സർക്കുലേഷൻ കൂട്ടണമെങ്കിൽ പോലും ഇസ്ലാം വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുന്നു എന്ന ഒരു കാലഘട്ടത്തിലെ ദൗർഭാഗ്യകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതെന്തുകൊണ്ട് എന്ന് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഇസ്ലാം ഇരയാകുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് മറുപടികളുണ്ട്. അതിലൊരു മറുപടി നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ്. നേരത്തെ സോവിയറ്റ് റഷ്യ ഉണ്ടായിരിക്കുമ്പോൾ സോവിയറ്റ് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേസമയം സോവിയറ്റ് റഷ്യ ഗോർബച്ചേവിന്റെ വരവോടുകൂടി തകർന്ന് തരിപ്പണമായി, ഒരുപാട് നാട്ടുരാജ്യങ്ങളായി, ഒരുപാട് ചെറു രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന ഒരു ഭീഷണിയെ അല്ലാതായി. അപ്പൊ സാമ്രാജ്യത്തിന് വളരാൻ അവർ കണ്ട ഏറ്റവും മികച്ച എതിരാളി എന്ന് പറയുന്നത് ഇസ്ലാമായിരുന്നു. അങ്ങനെ ഇസ്ലാമിനെ മറന്നിക്കൊണ്ട്, ഇസ്ലാമിനെ കാണിച്ചുകൊണ്ട് അവർ ലോകത്തെ അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ തുടങ്ങി. ഇതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വശം മാത്രമാണ്. രണ്ടാമത്തെ ഒരു വശം, ഒരു കച്ചവടത്തിന്റെ കണ്ണുകൂടി ഇതിന് പിന്നിലുണ്ട്. നിങ്ങൾക്കറിയാമോ, മദ്യവ്യാപാരത്തിലൂടെ ഒരു വർഷം നടക്കുന്നത് $1600 ബില്യൺ വരുമാനമാണ്. $1600 ബില്യൺ വരുമാനം. ഫോൺ വ്യവസായത്തിലൂടെ 100 ബില്യൺ രൂപയുടെ വരുമാനം. ചൂതാട്ടത്തിലൂടെ $460 ബില്യൺ വരുമാനം. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വലിയ തുകകളാണ്, വലിയ പണങ്ങളാണ്, വലിയ പണമാണ് അധാർമികതയുടെ മറവിൽ നടക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിം പറഞ്ഞതനുസരിച്ച് മദ്യം ഒഴിവാക്കപ്പെട്ടാൽ, ഒരു മുസ്ലിം പറഞ്ഞതനുസരിച്ച് ചൂതാട്ടം ഒഴിവാക്കപ്പെട്ടാൽ, ഒരു മുസ്ലിമിന്റെ വീക്ഷണം അനുസരിച്ച് വ്യഭിചാരശാലകൾ അടച്ചുപൂട്ടേണ്ടി വന്നാൽ നടക്കുന്നത്, പറയാൻ പോകുന്നത് 1,66,50,000 കോടി രൂപയുടെ ബിസിനസ് ഈ ലോകത്തില്ലാതാവും. അതുകൊണ്ട് ഇസ്ലാം എതിർക്കപ്പെടണം. ഞാൻ പറഞ്ഞത്, ലോകത്ത് മനുഷ്യന്മാർ ഇസ്ലാമിനെതിരെ തിരിയുന്നതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, തങ്ങൾക്കൊരു എതിരാളി എന്നത്. രണ്ടാമത്തത്, തങ്ങളുടെ വ്യവസായത്തെ വികസിപ്പിക്കണമെങ്കിൽ, തങ്ങളുടെ കച്ചവടത്തെ വികസിപ്പിക്കണമെങ്കിൽ ഈ ഉമ്മത്ത് പറയുന്ന ആശയങ്ങളും ജനങ്ങളുടെ മുന്നിൽ വികൃതമാക്കപ്പെടണം. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാഴ്ചപ്പാടും അതിന് പിന്നിലില്ല, മറ്റൊരു ദർശനവും അതിന് പിന്നിലില്ല. ദൗർഭാഗ്യവശാൽ ഇതിനൊരു മറുവശമുണ്ടായി. ഉമ്മത്ത് മുസ്ലിമെ ഇങ്ങനെ ശിഥിലീകരിക്കപ്പെട്ടോ, ഉമ്മത്ത് മുസ്ലിമെ ഇങ്ങനെ ആരോപണങ്ങൾ ഏറ്റുവാങ്ങിയപ്പോ ഈ സമൂഹത്തിലെ 3 തരം ആളുകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിലൊരു വിഭാഗം ചെറുപ്പക്കാർ പറഞ്ഞു, ഇതൊരു ഫിത്നയുടെ കാലമാണ്. ലഖദ് അമ്മത്തിൽ ഫിത്ന, എല്ലാവരും ഈ ഉമ്മത്തിനെ ലക്ഷ്യം വെക്കുന്നു, എല്ലാവർക്കും ഈ ഉമ്മത്തൊരു പ്രശ്നമാണ്, അതുകൊണ്ട് ഇതൊരു ഫിത്നയുടെ കാലമാണ്. അത് പണ്ട് പറയപ്പെട്ടതുപോലെ, അൽസിം ബൈതക വഅഗ്ലിക് ബാബക് വഅബ്ദു റബ്ബക്, വീട്ടിൽ കയറി വാതിലടച്ച് സ്വന്തമായി രക്ഷപ്പെട്ടുകൊള്ളൂ എന്ന് പറയുന്ന ഒരു മനോഭാവം. അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിലെ ചില ചെറുപ്പക്കാർ ആടുമയക്കാൻ വേണ്ടി പോയത്.
അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിലെ ചില ചെറുപ്പക്കാര് നാട് വിട്ടോടിപ്പോയത്. കാരണം അവർക്ക് ഉമ്മത്ത് മുസ്ലിം അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ വിഭാഗം മുസ്ലിം സമൂഹത്തിലുണ്ടായി. ആ വിഭാഗം എന്ന് പറയുന്നത് ഉമ്മത്ത് മുസ്ലിമയിൽ ജനിച്ചു പോയതിൽ അപക്ഷത തോന്നിയ വിഭാഗമാണ്. ഈ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഈ സമൂഹത്തിൽ ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ആളുകൾ. അങ്ങനെയാണ് ഇന്നലെ പോലും ഒരു രാമസിംഹൻ നമ്മുടെ മുമ്പിലുണ്ടായത്. ഈ ഉമ്മത്തിൽ ജനിച്ചതിന്റെ പേരിൽ അപമാനം പേറിയ ആളുകൾ. ചില ആളുകൾ പേര് വെളിപ്പെടുത്തൂല, ഇനിഷ്യലേ എഴുതൂ. കാരണം പേര് വെളിപ്പെടുത്തപ്പെട്ടാൽ തന്റെ മുസ്ലിം പേര് ജനങ്ങളുടെ മുന്നിൽ അറിയപ്പെടുന്നത് പോലും അപമാനമായി കാണുന്ന, അതെന്തോ ഒരു വൃത്തികെട്ട സംഗതിയാണെന്ന് കാണുന്ന ഒരു തലത്തിലേക്ക് ഒരു വിഭാഗം ചെറുപ്പക്കാർ പോയി. അങ്ങനെയാണ് ചെറുപ്പക്കാരെ നാസ്തികതയിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ മഹല്ല് മുസ്ലിം മഹല്ലുകളാണ്, ഒരുപാട് ഭക്തരായ ആളുകളുള്ള മഹല്ലുകളാണ്. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരിൽ എല്ലാവരും നമ്മുടെ കൂടെയുണ്ടോ? വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ ചോദിക്കുന്നത് നിസ്കാരം ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമാണോ? നിസ്കരിച്ചിട്ട് എന്താണ് എന്നാണ് ചോദ്യം. ആദ്യമൊക്കെ വാപ്പയും ഉമ്മയൊക്കെ വിചാരിക്കുന്നത് അവൻ ഇപ്പൊ ചിന്തിച്ചു തുടങ്ങി എന്നതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ നിരീശ്വര പ്രസ്ഥാനങ്ങളിലേക്ക് നാസ്തികരായ അള്ളാഹു ഇല്ല ഈ പ്രപഞ്ചത്തിന് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ഈ ആളുകൾ എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗം ചെറുപ്പക്കാർ അവരുടെ കൂടെയാണ്. ഇത് പ്രത്യക്ഷത്തിൽ തന്നെ നാസ്തികരായ ആളുകളുണ്ട്. അല്ലാതെ അത്തരം ചിന്തകളുടെ മറപിടിച്ച് അവരുടെ കൊടി പിടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു വലിയ തമാശയാണ്. ഈ ഒരുപക്ഷെ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ തമാശകളിൽ ഒന്നാണ്, ഏറ്റവും വലിയ കോമഡിയാണ്. ഒരാൾ പറയുന്നു ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമായിരിക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുമാണ്. ഇങ്ങനെ ഒരു സമ്മതി ഉണ്ടാവും. ഒരാൾ പറയുന്നു ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുവായിരിക്കെ തന്നെ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ ചിരിയുണ്ടാക്കും. കാരണം നമുക്കറിയാം, ഒരാൾ ഹിന്ദുവായിരിക്കെ അയാൾക്ക് ക്രിസ്ത്യാനിയാകാൻ സാധ്യമല്ല. ഹിന്ദുമതം വേറൊരു മതമാണ്, ക്രിസ്തുമതം വേറൊരു മതമാണ്. ഇവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാരൻ പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ മുസ്ലിമാണ്, മുസ്ലിം കുടുംബമാണ്, പക്ഷെ ഞാൻ മുസ്ലിമായിരിക്കെ തന്നെ കമ്മ്യൂണിസ്റ്റാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതൊരു സ്വന്തമായ ഒരു മതം തന്നെയാണ്. നമ്മൾ ആരെങ്കിലും മതം എന്ന് പറയാത്തതിന്റെ പ്രശ്നമേ അതിനുള്ളൂ. ഒരു മതം എന്ന് പറയുന്ന എല്ലാ ചേരുവകളുമുള്ള, സ്വന്തമായി പ്രാപഞ്ചിക വീക്ഷണമുള്ള, സ്വന്തമായി മനുഷ്യനെ കുറിച്ച് കാഴ്ചപ്പാടുള്ള ഒരു ദർശനമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന് അവൻ മുസ്ലിമായിരിക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാകാൻ പറ്റുകയില്ല എന്ന് പറയുന്നത്. അവർ പറയുന്നു അവരുടെ പ്രപഞ്ച വീക്ഷണത്തെ കുറിച്ച്. എന്താണ് കമ്മ്യൂണിസത്തിന്റെ പ്രപഞ്ച വീക്ഷണം? അവർ പറയുന്നു പ്രപഞ്ചത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യം പദാർത്ഥവാദമാണ്. പദാർത്ഥമാണ് ആദ്യമുണ്ടായത്, അഥവാ നമ്മുടെ കൈയും കാലുമൊക്കെയാണ് ആദ്യമുണ്ടായത്, മനുഷ്യനാണ് ആദ്യമുണ്ടായത്. അതുകൊണ്ട് മനുഷ്യനനുസരിച്ചുള്ള വീക്ഷണമാണ് ഉണ്ടാക്കേണ്ടത്. അതുണ്ടാക്കേണ്ടത് മനുഷ്യൻ തന്നെയാണ്. ഇതാണ് പദാർത്ഥവാദത്തിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അവർ പറയുന്നു ഈ ലോകത്തിന്റെ ക്ഷേമം ഉണ്ടാകുന്നത് ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ മുതലാളിമാരും തമ്മിലുള്ള സംഘർഷത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന പുതിയ ലോകമാണ് യഥാർത്ഥത്തിൽ സമാധാനമുള്ള ലോകമെന്ന് അവർ പറയുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്നൊന്നില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ വർഷങ്ങളായി ഏതോ ഒരു ജീവി, കുരങ്ങനാകട്ടെ, ആ കുരങ്ങൻ പരിണമിച്ചുണ്ടായ ഒരു ജീവി മാത്രമാണ്. നമ്മളിൽ നിന്ന് രക്തമുണ്ടാകുന്നത് പോലെ, നമ്മളിൽ നിന്ന് തുപ്പലമുണ്ടാകുന്നത് പോലെ മനുഷ്യന്റെ മസ്തിഷ്കം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ചിന്തയും അത്തരം കാര്യങ്ങളും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആകെ മൊത്തം ഭൗതികമായ ഒരു ജീവിയാണ്. അവന് പരലോകത്തെക്കുറിച്ച് ഓർമ്മ വേണ്ട, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ആലോചന വേണ്ട. ഈ പദാർത്ഥമാണ് പരമമായ സത്യം എന്ന് വിശ്വസിക്കുന്നു. അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. എന്നിട്ട് ആ കമ്മ്യൂണിസത്തെ അറിയുന്ന ചെറുപ്പക്കാരനാ പറയുന്നത് ഞാൻ ഒരു സമയം മുസ്ലിമും അതേസമയം കമ്മ്യൂണിസ്റ്റുമാണ്. സങ്കല്പിക്കാൻ കഴിയുമോ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാനും ആ പടച്ചതമ്പുരാന്റെ അടിയാറുകളുമായ സൃഷ്ടികൾ, അള്ളാഹുവിനെ ഉടമയായും അടിമകളായി അള്ളാഹു ഒഴിച്ചുള്ള മുഴുവൻ അള്ളാഹുവിന്റെ അടിമകളും എന്ന് പറയുന്ന സഹവർത്തിത്വത്തിലൂടെ, അള്ളാഹുവിനുള്ള വിശ്വാസത്തിലൂടെയും പരലോകബോധത്തിലൂടെയും മാത്രമേ ഈ ലോകത്ത് ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിമുമാണെന്ന്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൊടിയുടെ നിറം അത്തരം ഒരു വീക്ഷണത്തിന്റെ കൊടിയാകുന്നതിൽ പ്രശ്നമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പാർട്ടിയുടെ മെമ്പറാകുന്നതിൽ തടസ്സമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരാൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നത് വിഷമമായി തോന്നാറില്ല. എത്ര ഗൗരവമുള്ള വിഷയമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ചെറിയ ചില ഉദാഹരണങ്ങൾ നമ്മൾ അടുത്ത് നോക്ക്. ഈ അടുത്ത് ഹലാൽ വിവാദമുണ്ടായി. ഹലാൽ വിവാദമുണ്ടായപ്പോ
കേരളത്തിലെ ഇടതുപക്ഷം വളരെ പ്രമാദമായ ഒരു ഫെസ്റ്റിവൽ നടത്തി, ഒരു ഭക്ഷണ ഫെസ്റ്റിവൽ നടത്തി. ആ ഭക്ഷണത്തിൽ അവര് പന്നിയുടെ മാംസം വിളമ്പി. നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ചിലരെങ്കിലും അത് വിളമ്പാൻ കൂടെ നിന്നിട്ടുണ്ടാവില്ലേ? അവനോട് ചോദിച്ചോക്ക്, സ്വകാര്യമായി ചോദിച്ചാൽ അവൻ പറയും, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ മഹലിൽ പങ്കെടുക്കുന്നുണ്ട്, ഞാൻ നമസ്കരിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിച്ചോക്ക്, അപ്പൊ പന്നി മാംസമോ? അവൻ പറയും, പന്നി മാംസം ഹറാമാണ്. അപ്പൊ ഫെസ്റ്റിവലിൽ വിളമ്പുമ്പോഴോ? അവന് മറുപടി ഉണ്ടാകുകയില്ല. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്രം പന്നി ഹറാമാവുകയും പള്ളിക്ക് പുറത്തേക്കിറങ്ങുമ്പോൾ പന്നി ഹലാലാകുകയും ചെയ്യും. ഇങ്ങനൊരു ഇസ്ലാം ലോകത്തുണ്ടോ? എന്താണ് ഒരു മുസ്ലിമിന്റെ ഔറത്ത്? അവനോട് ചോദിച്ചാൽ അവൻ പറയും, ഒരു മുസ്ലിമിന്റെ ഔറത്ത് പെണ്ണാണെങ്കിൽ മുഖവും മുൻകൈയും ഒഴിച്ചുള്ളത് മറക്കലാണ്, ആണാണെങ്കിൽ മുട്ടുപൊക്കളുടെ ഭാഗം മറക്കലാണ്. ഇതാണ് ഔറത്ത്. അവനോട് തിരിച്ചു ചോദിക്കൂ, കമ്മ്യൂണിസത്തിന്റെ ഔറത്ത് എന്താണ്? എന്തുകൊണ്ടാണ് അവർ വത്തക്ക സമരം സംഘടിപ്പിച്ചത്? ഒരു പെണ്ണ് മാറുകാട്ടി നടന്നതിനെ വിമർശിക്കുമ്പോഴേക്കും മാറുകാട്ടി നടക്കുക എന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഈ ശരീരം എന്റേതാണ്, എന്റെ ശരീരത്തിന് ഞാൻ തന്നെ തീരുമാനിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, മാറ് തുറന്ന് നടക്കാനുള്ള അവകാശം ഉണ്ടാകണം. അപ്പൊ നമ്മുടെ ഈ മാപ്പിള മുസ്ലിമാണ്, അവൻ സ്വത്തപ്രതിഷ്ഠ രേഖപ്പെടുന്നു. ഞാൻ ഏത് ഭാഗത്താണ് കമ്മ്യൂണിസം? ഞാൻ ഒരിക്കൽ എന്റെ വ്യക്തിത്വത്തിൽ എത്രത്തോളം കമ്മ്യൂണിസ്റ്റുകാരനാണ്, എത്രത്തോളം മുസ്ലിമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത് ഇസ്ലാമിന്റെ പ്രതിസന്ധിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ വളരെ കാര്യമായി പറയുന്ന ഒരു ആശയം, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങൾ ഒരു വസത്തായ സമുദായമാകുന്നു. നമ്മൾ സാധാരണ അർത്ഥം പറയുന്നത് നമ്മൾ മധ്യമ സമുദായം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നടുവിൽ നിൽക്കുന്നവരാണ്. നടുവിൽ നിൽക്കുന്നവന്റെ പ്രത്യേകത ഒരു കാര്യത്തിലും ഇടത്തോട്ടോ വലത്തോട്ടോ ചായേണ്ടാത്തവനാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിന്റെ ഒരു വിഷയത്തിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ ആശയം കടമെടുക്കേണ്ടി വരുന്ന, മറ്റൊരാളുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങൾ ആളുകളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ്, നിങ്ങൾ മറ്റൊരാളെ പിന്തുടർന്ന് ജീവിക്കേണ്ടവരല്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അവരുടെ മലമൂത്ര വിസർജനം കഴിഞ്ഞ് പുറത്തിറങ്ങി സ്വസ്ഥമാവണം. അതേസമയം ഒരു മുസ്ലിം കയറുമ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇടതുകാല് മുന്തിക്കണം, ഇടതുകാല് മുന്തിച്ചേ കയറാൻ പാടുള്ളൂ. കയറുമ്പോൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. നീ ഇടതുകാലിലെ ഇരിക്കാൻ പാടുള്ളൂ. ഇടതുകാല് കുന്തിച്ചിരുന്നു കൊണ്ട് ഇടത് കൈ കൊണ്ട് വൃത്തിയാക്കി വലതുകാല് മുന്തിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി, എനിക്ക് ഈ ഉപദ്രവം നീക്കിത്തന്ന റബ്ബിന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ പുറത്തിറങ്ങേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇത്ര നിസ്സാരമായ ജീവിതത്തിന്റെ വളരെ പ്രാഥമികമായ ഒരു ആവശ്യം നിർവഹിക്കുന്നിടത്ത് പോലും അള്ളാഹ് ഒരു മുസ്ലിമിനെ മറ്റിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ട്. സാധാരണ ഒരുത്തൻ ബാത്റൂമിൽ പോകുന്നതിനെ പോലെയല്ല നീ പോകേണ്ടത്. നീ കിടക്കുമ്പോൾ ഇടതുഭാഗം ചരിഞ്ഞ്, നിന്റെ വലതുഭാഗത്തേക്ക് ചരിഞ്ഞ്, നിന്റെ വലത് കൈ വലത് കവിളിൽ താഴെ വെച്ചുകൊണ്ട് കിടക്കാൻ ശ്രമിക്കണം. നമ്മുടെ കിടത്തവും ഇരുത്തവും നടത്തവും പോലും വലാ തംശി ഫിൽ അർളി മറഹൻ, ഭൂമിയിൽ എങ്ങനെ നടക്കണമെന്ന് പോലും പഠിപ്പിച്ച തരം. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഒരു നിമിഷത്തിൽ നിന്നും അയാൾ മുസ്ലിം അല്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പാർട്ട് ടൈം മുസ്ലിം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇസ്ലാമിലില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ, നിങ്ങൾ എല്ലാവരും വിശ്വാസികളാകൂ എന്നല്ല അള്ളാഹ് പറഞ്ഞത്. ആരാണോ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അവൻ കാഫത്തായിട്ട് വരണം, അവൻ മുഴുവനായിട്ട് വരണം. അവന്റെ രാഷ്ട്രീയ ജീവിതം കമ്മ്യൂണിസത്തിന്റെ പുറകെ, അവന്റെ സാമ്പത്തിക ജീവിതം കാറൽ മാർക്സിന്റെ പുറകെ, അവന്റെ മാനസിക പ്രശ്നങ്ങൾ അയാൾ ഫ്രോയിഡിന്റെ പുറകെ, അവന്റെ പള്ളിയും പട്ടക്കാരനും അവന്റെ മറമാടുന്ന മരണവും അവന്റെ നീതും അത് ഇസ്ലാമിന്റെ. ഇങ്ങനെ ഒരു വീക്ഷണം ഇസ്ലാമിന് പറ്റുകയില്ല. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ, നിങ്ങൾ മുഴുവനായി വരണം. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് 5 നേരം ഒരു പ്രതിജ്ഞ എടുപ്പിക്കുന്നത്. എന്താ പ്രതിജ്ഞ? ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വ മഹ്യായ വ നുസുകി, എന്റെ ആരാധനാകർമ്മങ്ങൾ, വ മഹ്യായ, എന്റെ ജീവിതം. ആരാധനാകർമ്മങ്ങൾ മാത്രം പോരാ, വ മഹ്യായ, എന്റെ ജീവിതം. ജീവിതം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് മരണമാണെങ്കിൽ വ മമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ അല്ലാഹുവിന് വിട്ടുകൊടുക്കുന്നു. വബിദാലിക ഉമിർതു, അതിനാണ് ലാ ശരീക ലഹു, അവൻ അതിലൊരാളെ ഞാൻ പങ്കുചേർക്കുകയില്ല. എന്റെ പള്ളിയിലെ ജീവിതം എങ്ങനെ തന്നെയാണോ അതുപോലെ തന്നെയാണ് എന്റെ പള്ളിക്ക് പുറത്തുള്ള ജീവിതവും അള്ളാഹ്ക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. എന്റെ കുടുംബ ജീവിതം ഞാൻ എങ്ങനെയാണോ അള്ളാഹുവിന് കൊടുത്തത് അതുപോലെ തന്നെ എന്റെ മാർക്കറ്റിലെയും സാമ്പത്തികമായ ഇടപാടുകളെയും ഞാൻ അള്ളാഹുവിന് കൊടുക്കും.
എന്നിട്ട് പറഞ്ഞു, എന്റെ ജീവിതം കഴിച്ചു ബാക്കിയുള്ളതും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് മാത്രമാകുന്നു. ലാ ശരീക ലഹു ബിദാലിക ഉമിർതു, അതിലൊരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പങ്കു ചേർക്കാതിരുന്നാൽ വാന മിനൽ മുസ്ലിമീൻ, അപ്പോഴാണ് ഞാൻ മുസ്ലിം ആകുക. ഈ ബോധ്യമുള്ള ഉമ്മത്ത് മുസ്ലിമിലെ പയ്യനാണ് പറയുന്നത്, ഞാനിപ്പോൾ അവരുടെ കൂടെയാണ്, ഇവരുടെ കൂടെയാണ്, പള്ളിയിൽ നിങ്ങളുടെ കൂടെ വരാം. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു പ്രവാചകനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുമ്പോൾ സഹാബികളൊക്കെ പ്രവാചകന്റെ കൂടെ നിന്നിട്ട് അദ്ദേഹത്തിനോടൊപ്പം നമസ്കരിക്കും. നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. ഒരു വിഭാഗം കാറൽ മാർക്സിന്റെ പുറകെ, അബൂലഹബിന്റെ പുറകെ, വേറൊരു വിഭാഗം അബൂജഹലിന്റെ പുറകെ, വേറൊരു വിഭാഗം മുത്തുബയുടെയും ഷൈബയുടെയും പുറകെ, വേറൊരു വിഭാഗം വേറെ ഏതെങ്കിലും ഒരുത്തിന്റെ പുറകെ. അങ്ങനെ ജീവിതത്തിന്റെ മറ്റു വശങ്ങളിൽ, സാമ്പത്തിക വിഷയത്തിൽ, കുടുംബ വിഷയത്തിൽ, സാമൂഹ്യ പ്രശ്നങ്ങളിൽ, നിയമനിർമ്മാണത്തിന്റെ വിഷയങ്ങളിൽ, അപ്പോഴേക്കും മറ്റു പലരുടെയും പുറകെ. പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ മാത്രം നബിയുടെ കൂടെ വന്നു നിൽക്കുന്ന ഒരു സഹാബി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? സങ്കല്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? അതാ ഞാൻ പറഞ്ഞത്, ഈ ഉമ്മത്ത് മുസ്ലിമുടെ പ്രത്യേകത, അവർ നടുവിൽ നിൽക്കേണ്ടവരാണ്. അവർ വസത്താണ്. അവർ ഒരു വിഷയത്തിലും ഇടത്തോട്ടോ വലത്തോട്ടോ ചായേണ്ടവരാണ് എന്ന ബോധ്യമുണ്ടാകണമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. ഇത് വളരെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ അറിയണമെന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട്. അള്ളാഹുവിനെ എങ്ങനെ അറിയണമെന്ന് ചോദിക്കുന്നിടത്ത് അള്ളാഹ് പറയുന്നതാണ്. അള്ളാഹു പറയുന്നു, ഞാനാണ് നിങ്ങളുടെ സൃഷ്ടാവ്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാറ്റിന്റെ സൃഷ്ടാവ്. എല്ലാവരും തലകുലിക്ക് സമ്മതിച്ചു. ഇതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. രണ്ടാമത് അള്ളാഹ് പറയുന്നു, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നിങ്ങളെ പരിപാലിക്കുന്ന റബ്ബാണ്. അള്ളാഹ് പറയുന്നു, ഇതും ആളുകൾ സമ്മതിച്ചു തരും. അള്ളാഹുവാണ് സൃഷ്ടാവെന്നതും റബ്ബാണെന്നും സമ്മതിക്കും. മൂന്നാമത് അള്ളാഹ് പറയുന്നു, ഞാനാണ് നിങ്ങളുടെ ഉടമസ്ഥൻ. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ഞാനാണ് നിങ്ങളുടെ ഉടമസ്ഥൻ. അവർ പറയും, ഞങ്ങൾ അതും സമ്മതിച്ചു തരാം. പക്ഷെ അള്ളാഹ് പറയുന്നത്, ഈ മൂന്ന് കാര്യമല്ല സമ്മതിച്ചു കിട്ടേണ്ടത്. ഞാനാണ് നിങ്ങളുടെ സൃഷ്ടാവ് എങ്കിൽ, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എങ്കിൽ, ഞാനാണ് നിങ്ങളുടെ ഉടമസ്ഥനെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ജീവിക്കാവൂ. അഥവാ ഞാനാണ് നിങ്ങളുടെ ഹാക്കിം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വദാലിക ദീനുൽ ഖയ്യിം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഞാനാണ് നിങ്ങളുടെ സൃഷ്ടികർത്താവെങ്കിൽ, ഞാനാണ് നിങ്ങളുടെ പരിപാലകനെങ്കിൽ, ഞാനാണ് നിങ്ങളുടെ ഉടമസ്ഥനെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ നടക്കാവൂ. നിങ്ങളുടെ കണ്ണുകളുടെ പ്രത്യേകത, അത് നല്ലത് മാത്രം കാണുന്ന കല്ലല്ല, ചീത്തയും കാണും. അതുകൊണ്ട് എന്ത് കാണണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്. ഞാനാണ് നിങ്ങൾക്ക് ചെവികൾ തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് കേൾക്കണം, എന്ത് കേൾക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്. ഞാനാണ് നിങ്ങളുടെ ഉടലുകൾ പടുത്തതെങ്കിൽ, നിങ്ങളുടെ കൈകാലുകൾ സൃഷ്ടിച്ചതെങ്കിൽ ആ കാലുകൊണ്ട് പള്ളിയിലേക്ക് പോകണോ പട്ടഷാപ്പിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്. ഇതാണ് റബ്ബ് പറയുന്നത്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനാണ് വിധി കൽപ്പിക്കാനുള്ള അവകാശം. ദൗർഭാഗ്യവശാൽ ഉമ്മത്ത് മുസ്ലിമ മറന്നുകൊണ്ടിരിക്കുന്ന ഒരാശയമാണ് ഈ പറയുന്നത്. അവർ അള്ളാഹുവിന്റെ ഖാലിഖിയത്തിനെ സമ്മതിച്ചു കൊടുക്കും, അള്ളാഹു റബ്ബാണെന്ന് സമ്മതിച്ചു കൊടുക്കും, അള്ളാഹു മാലിക്കാണെന്ന് സമ്മതിച്ചു കൊടുക്കും. പക്ഷെ അള്ളാഹു ആണ് എന്റെ ജീവിതത്തിന്റെ നിയമങ്ങൾ നൽകാനുള്ള അവകാശമെന്ന റബ്ബിന്റെ നിയമത്തെ അവർ മറന്നുപോകും. എനിക്കറിയാം, സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മുന്നിൽ ഒരു ജൂതൻ വന്നിട്ട് നബിയെ പരിഹസിക്കുകയാണ്. നബിയല്ലേ ഇസ്ലാമിനെ തന്നെ പരിഹസിക്കുന്നു. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പരിഹസിക്കുന്ന അതേ പരിഹാസവാചകം. അവൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്താണ് നിങ്ങളുടെ മുഹമ്മദ്? അല്ലമക്കും കുല്ല ഷൈഇൻ, നിങ്ങളുടെ മുഹമ്മദ് നിങ്ങളെ എല്ലാം പഠിപ്പിക്കുന്ന ആളാണോ? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അഭിമാനത്തോടുകൂടി പറയുന്നു, അതെ, അല്ലമാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല ഷൈഇൻ ഹത്തൽ ഖിറാ, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ വശങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹത്തൽ ഖിറാ, ഞങ്ങൾ എങ്ങനെ മലവിസർജനത്തിന് വേണ്ടി പോകണം എന്നതും ഞങ്ങളുടെ പ്രവാചകൻ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അമറന അല്ലാ നസ്തഖ്ബിലൽ ഖിബ്ല, ഞങ്ങൾ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ ഖിബ്ലയ്ക്ക് നേരെയോ പിന്നിട്ടോ ഇരിക്കാൻ പാടില്ല. അമറന അല്ലാ നസ്തൻജിയ ബിൽ യമീൻ, ഞങ്ങൾ വലത് കൈ കൊണ്ട് വൃത്തിയാക്കാൻ പാടില്ല, ഇടത് കൈ കൊണ്ട് മലമൂത്ര വിസർജനം വൃത്തിയാക്കാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾക്കുണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ബോധ്യം. ഈ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ചിലരെങ്കിലും പറഞ്ഞു പോകുന്നത്, ഞാൻ ഇന്ന വിഷയത്തിൽ ഇന്ന നിലപാടിനൊപ്പമാണ്, സ്ത്രീ വിഷയത്തിൽ എനിക്ക് ഫെമിനിസ്റ്റുകളോടാണ് താല്പര്യം, സാമൂഹ്യ രാഷ്ട്രീയ വിഷയത്തിൽ എനിക്ക് കമ്മ്യൂണിസത്തിനോടാണ് താല്പര്യം എന്ന് പറഞ്ഞു പോകുന്നത് ഇതുകൊണ്ടാണ്. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ വഴിവിട്ടു പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ മുസ്ലിം സമൂഹത്തിലുണ്ടായ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇസ്ലാമിനെതിരെ ഉണ്ടായപ്പോ
അവർ വിചാരിക്കുന്നത് ഇസ്ലാമിനെ ഒന്ന് ശരിപ്പെടുത്തിക്കൊള്ളാൻ, ഒന്ന് പരിഷ്കരിച്ച് കളയാമെന്ന് തീരുമാനിച്ചവരാണ്. നമ്മൾ സാധാരണ ചെരുപ്പ് വാങ്ങാൻ കടയിൽ പോകുമ്പോൾ കാലിന് പറ്റിയ ചെരുപ്പില്ലെങ്കിൽ ചെരുപ്പ് വാങ്ങാതെ തിരിച്ചു പോകും. എന്നിട്ട് കാലിന് പറ്റുന്ന ചെരുപ്പുണ്ടോ എന്ന് അന്വേഷിക്കും. ദൗർഭാഗ്യവശാൽ ഈ ചെറുപ്പക്കാർ ചെയ്യുന്നത്, അവരുടെ കാലിന് പറ്റിയ ചെരുപ്പ് കിട്ടാത്തപ്പോ എന്നാൽ ചെരുപ്പിനനുസരിച്ച് കാലിനെ മുറിക്കാൻ തീരുമാനിച്ചവരാണ്. ഇസ്ലാമിനെ അവർ പറയുന്ന ആശയങ്ങൾക്കനുസരിച്ച് മുറിക്കാൻ വേണ്ടി തങ്ങളുടെ കാലിന് പറ്റിയ ചെരുപ്പ് കിട്ടിയില്ലെങ്കിൽ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാൻ പറ്റുന്ന തരത്തിൽ അവർ പറയുന്നു ഇസ്ലാമിനെ എങ്ങനെ മുറിച്ചു കളയാൻ പറ്റും. അങ്ങനെ ഇസ്ലാമിനെ പൊറിച്ചു കളഞ്ഞ് ഈ ആരോപിക്കുന്ന ആളുകളുടെ ഹിതത്തിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കാൻ പോയി. അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിൽ സർവമത സത്യവാദികൾ ഉണ്ടായത്. എന്താ അവർ പറയുന്നത്? വളരെ കൃത്യമാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടിന്റെ കളർ എല്ലാവർക്കും അറിയാം. ഒരാൾ പറയുന്നു ഇത് ചുവപ്പാണ്, മറ്റൊരാൾ പറയുന്നു ഇത് കറുപ്പാണ്, വേറൊരാൾ പറയുന്നു ഇത് നീല നിറമാണ്. ഇവര് പറയുന്നു ഈ പറയുന്നതെല്ലാം ശരിയാണ്. ഇതാണല്ലോ സർവമത സത്യവാദം എന്ന് പറയുന്നത്. സർവവേദ സത്യവാദം. എല്ലാ വേദങ്ങളും, നിലവിലുള്ള എല്ലാ വേദങ്ങളും കുറ്റമറ്റതും അന്യൂന്യവുമാണ്. ഖുർആൻ പോലെ തന്നെയാണ് നിലവിലുള്ള ബൈബിൾ, ഖുർആൻ പോലെ തന്നെയാണ് നിലവിലുള്ള ഉപനിഷത്തുക്കളും മറ്റു വേദങ്ങളും. അങ്ങനെയാണ് അവർ പറയുന്നത് സർവവേദ സത്യവാദം. എല്ലാ വേദങ്ങളും. എന്താ ഇതിന് പിന്നിലെന്ന് പറയോ? ഇതിന് പിന്നിൽ എന്താന്ന് ചോദിച്ചാൽ, ഇസ്ലാം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടുന്ന ഒരു മതമാകാൻ പാടില്ല. എല്ലാ മതവും സത്യമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഒരു മതത്തിലേക്ക് ക്ഷണിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളുടെ മതം ഒരു മിഷണറി മതമല്ല, ഞങ്ങൾ മാനവികതയുടെ മതമാണ്. അതിനുവേണ്ടി അവർ ഒരു തഫ്സീർ പോലും ഇറക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ വളച്ചൊടിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ആയത്തുകൾ ഇറക്കി. എന്നിട്ട് അവർ പറയാണ് എല്ലാ മതങ്ങളും വന്നതാണ്. എത്ര വിഡ്ഢിത്തരമുള്ള ഒരു വാചകം, എത്ര ബുദ്ധിശൂന്യമായ ഒരു വാചകം. നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കൂ. നമ്മൾ പറയുന്നത് ഇസ്ലാം പറയുന്ന വ്യവസ്ഥ, അള്ളാഹ് പറയുന്നു ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുത്ത് പരിഗണിക്കപ്പെടുന്ന ദീന് ഇസ്ലാമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അത് പറയുമ്പോൾ നമ്മുടെ ആളുകൾ പറയുന്നു അങ്ങനെയല്ല, അങ്ങനെ പറയാൻ പറ്റൂല. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പോലും പരസ്യമായി പറഞ്ഞത് മുസ്ലിങ്ങൾ സ്വർഗത്തിൽ പോകും, മറ്റാരും സ്വർഗത്തിൽ പോകില്ല എന്ന് നിങ്ങൾ പറയരുത്. എന്താണ്? ആരാ പറഞ്ഞത് പറയാൻ പാടില്ല എന്ന്? ആളുകളാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. എന്റെ മതം ശരിയാണ് എന്ന് പറയുന്നത് എനിക്ക് എന്റെ ഭരണഘടന നൽകിയ അവകാശം വെച്ചുകൊണ്ടാണ്. ഇസ്ലാം ശരിയാണ്, ഇസ്ലാമാണ് ഏറ്റവും ശരിയായ മതമെന്ന് നമ്മൾ പറയും. ആ പറയുന്നതിന്റെ അർത്ഥം മറ്റു മതങ്ങളോട് അസഹിഷ്ണുതയുണ്ട്, മറ്റു മതങ്ങളോട് നമുക്ക് വെറുപ്പുണ്ട് എന്നതല്ല. അവർക്കും പറയാനുള്ള അവകാശമുണ്ട്, നിങ്ങളും പറയാം. എന്നിട്ട് നമ്മൾ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ വരട്ടെ. ഇസ്ലാമാണ് സത്യമെന്ന് നമ്മൾ തെളിയിക്കുന്നു, നിങ്ങളുടെ മതമാണ് സത്യം, നിങ്ങൾക്ക് തെളിയിക്കാം. അതേസമയം അത് പറയാൻ പാടില്ല നമ്മുടെ മതവും എല്ലാ മതവും ശരിയാണ് എന്ന് പറയുന്ന അരാഷ്ട്രീയമായ ഒരു ഇസ്ലാമിനെ, ഈ ദീന് പ്രചരിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് പറയുന്ന ഒരു ഇസ്ലാമിനെ, ഒരാൾക്ക് പരലോകത്ത് മോക്ഷം കിട്ടാൻ അയാൾ മുസ്ലിം ആകണമെന്നില്ല. നിലവിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ ആ ക്രിസ്ത്യാനി ആയിക്കൊണ്ട് തന്നെ, ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ആയിക്കൊണ്ട് തന്നെ മോക്ഷം സിദ്ധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. ദൗർഭാഗ്യവശാൽ ഈ ആളുകൾ യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ നാവ് വെച്ചിട്ടല്ല, ഇസ്ലാമിനെ ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കി ഇതിനെ വെറുമൊരു തത്വസംഹിത മാത്രമാക്കി പ്രായോഗിക രൂപമില്ലാത്ത വെറുമൊരു സാധാരണ നമ്മൾ പറയുന്ന മതം പോലെ മനുഷ്യ ജീവിതത്തിൽ ഇടപെടാത്ത ഒരാശയം പോലെ മാറ്റി തീർക്കാൻ വേണ്ടി ആരോ ചെയ്തു വെച്ച കുതന്ത്രത്തിന് ദൗർഭാഗ്യവശാൽ നമ്മുടെ ചെറുപ്പക്കാർ ഇപ്പോൾ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്നു ഇസ്ലാമിന്റെ വാനവിക മുഖത്തെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ദീനിനെ ഞങ്ങൾക്കറിയില്ല, മുസ്ലിമായാലേ മോക്ഷം കിട്ടുമെന്ന വാദം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വളരെ സാത്വികരായ മാനവികതയുടെ ആളുകളാണ് എന്നാണ് പറയുന്നത്. കേൾക്കാൻ സുഖമുള്ള ഒരാശയമാണ്.
പക്ഷെ കേൾക്കാൻ സുഖമുണ്ടായിരിക്കെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നമ്മളുടെ അടിസ്ഥാനങ്ങളെ റദ്ദ് ചെയ്യുന്ന, ഇല്ലാതാക്കുന്ന ശ്രമമാണ് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. ഇതാണ് പറയുന്നത്. എത്ര ബാലിശമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കൂട്ടർ പറയുന്നു അള്ളാഹു മൂന്നാണ്, അഥവാ ത്രിയേകത്വമാണ് ശരിയെന്ന്. വേറൊരു കൂട്ടർ പറയുന്നു അള്ളാഹ് എന്ന് പറയുന്നത് നീയും ഞാനും എന്നില്ല, ഞാനും നീയും ഒന്നാകുന്നു, അദ്വൈതമാകുന്നു ശരി, അദ്വൈതമാകുന്നു ശരി. അഹം ബ്രഹ്മാസ്മി, ഞാനും ബ്രഹ്മവും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന ആളുകൾ. ആ വേദവും ഉപനിഷത്തും അതും ശരിയാണ്. ത്രിയേകത്വം പറയുമ്പോൾ അത് ശരിയാണ്. മുള്ളുമുരട് മൂർക്കം പാമ്പ് മുരല് നമ്മൾ പറയാറുണ്ടല്ലോ, 33 കോടി ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്നവർ, ആ പറഞ്ഞതും ശരിയാണ്. ഇവിടെയാണ് അല്ലാഹ് പറയുന്നത് ഇന്ന ഇലാഹുക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒറ്റൊരുത്തനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലദീ ഖുൽ ഹുവല്ലാഹു അഹദ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്, നിങ്ങളുടെ അല്ലാഹു ഏകനാണെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഈ പറയുന്നതെല്ലാം ശരിയാണ്. അങ്ങനെ എങ്ങനെ ശരിയാകും? ത്രിയേകത്വം പറയുന്ന ബൈബിളും ഏകദൈവത്വം പറയുന്ന ഖുർആനും ഒരുപാട് ദൈവങ്ങളെ വെച്ച് പൂജിക്കാമെന്ന് പറയുന്ന ഉപനിഷത്തുക്കളും അതുപോലെ തന്നെ ദൈവവും മനുഷ്യരും രണ്ടും രണ്ടല്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് പറയുന്ന ഒരു ദർശനവും ഇതെങ്ങനെ ഒരുമിച്ച് കൂടും? ഈ വൈരുദ്ധ്യത്തെയാണ് അവർ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഉമ്മത്തിന് ഏറ്റ രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ ഒരു കൂട്ടർ കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ സുന്നത്ത് നിഷേധികളാണ്. എന്താ സുന്നത്ത് നിഷേധിക്കുന്നത്? സുന്നത്ത് നിഷേധം എന്നത് ചരിത്രപരമായ വേരുകളുള്ള ഒരു സാധനമാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും ആദ്യം സുന്നത്തിനെ നിഷേധിച്ച ആരാണെന്നറിയോ? അത് ഖവാരിജികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു. പിന്നീട് മുഅ്തസിലിയാക്കൾ. അവർ സുന്നത്തിനെ നിഷേധിച്ചത് സുന്നത്ത് തെളിവല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, അവരുടെ വിദണ്ഡ വാദങ്ങൾക്ക് പ്രവാചകന്റെ ചര്യ എതിര് നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ സുന്നത്തിനെ നിഷേധിച്ചു. അതേ നടപടി തന്നെയാണ് നിലവിലെ സുന്നത്ത് നിഷേധികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സുന്നത്തുകളും നിഷേധികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വ്യാഖ്യാനങ്ങൾക്ക്, അവരുടെ ദുർവ്യാഖ്യാനങ്ങൾക്ക് പ്രവാചകന്റെ ചര്യ എതിര് വന്നപ്പോ അവർ ചോദിക്കുന്നു പ്രവാചകന്റെ ചര്യ തെളിവല്ല, പ്രവാചകൻ ഒരു പോസ്റ്റ്മാനാണ്. എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ കത്തുകൊണ്ടുവരും, കത്തുകൊണ്ടുവരുന്ന പോസ്റ്റ്മാനിന്റെ പണി കത്ത് കൊണ്ട് കൊടുക്കുക എന്നത് മാത്രമാണ്. പോസ്റ്റ്മാൻ അറിയില്ല ഈ കത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന്, അയാളത് പഠിച്ചിട്ടില്ല, അയാളത് ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടില്ല. ഇതേപോലെ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് തന്ന ഒരു പോസ്റ്റ്മാൻ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു അല്ല, പ്രവാചകന്റെ പണി പോസ്റ്റ്മാന്റെ പണിയല്ല. അള്ളാഹു ഒരു പ്രവാചകൻ ആരി എന്ന് വിശദീകരിക്കുന്നുണ്ട്. യത്ലു അലൈഹിം ആയാതിഹി, ആ പ്രവാചകൻ അവർക്ക് ആയത്തുകൾ ഓതിക്കൊടുക്കും. വയുസക്കീഹിം, അവരെ സംസ്കരിക്കും. വയുഅല്ലിമുഹും മുൽ കിതാബ, അവരെ വേദഗ്രന്ഥം അഥവാ ഖുർആൻ പഠിപ്പിക്കും. വൽ ഹിക്മത, ആ വേദഗ്രന്ഥത്തെ എങ്ങനെയാണ് പ്രായോഗികമായി നടപ്പാക്കേണ്ടതെന്ന പ്രായോഗിക ജ്ഞാനം, ഹുക്മ് എന്നതിൽ നിന്നുള്ള ഹിക്മത്ത്, ആ ഹുക്മ് എങ്ങനെയാണ് ഒരു സംഗതി പ്രായോഗികമായി ആവിഷ്കരിക്കുക എന്ന ജ്ഞാനം ഇത് പഠിപ്പിക്കും. ഇതിനാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഒരു കാലം വരും അന്നിങ്ങനെ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ വരുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അലാ യൂഷിക് റജുലുൻ യൻസനി അലാ അരീകതിഹി വഹുവ ശബആൻ യഖൂലു അലൈക്കും ബികിതാബില്ലാ, ഒരു കാലം വരും അവരിൽ ഒരുത്തൻ ഇങ്ങനെ അവന്റെ ചാരുമഞ്ചത്തിൽ ചാരിക്കിടന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും അലൈക്കും ബികിതാബില്ലാ, നിങ്ങൾ കിതാബ് മാത്രം നോക്കിയാൽ മതി എന്ന്. ഇതിന്റെ തുടക്കത്തിൽ അള്ളാന്റെ റസൂൽ പറയണ്ട അല്ലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു, നിങ്ങൾ അറിയണം ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആൻ മാത്രമല്ല വമിസ്ലഹു അതുപോലെ മറ്റൊന്നും കിട്ടിയിട്ടുണ്ട്, അഥവാ സുന്നത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 6236 ആയത്തുണ്ട്. ഈ ഖുർആൻ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുമോ? സാധ്യമല്ല. ളുഹർ എത്ര റക്അത്താണ്, അസ്ർ എത്ര റക്അത്താണ്, ളുഹറിലും അസ്റിലും ഉച്ചത്തിൽ ഓതാൻ പാടുണ്ടോ ഇല്ലയോ? നിങ്ങൾ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? നിങ്ങളുടെ റുക്കൂവിൽ കൈപ്പടങ്ങൾ എവിടെ വെക്കണം? നിങ്ങൾ എന്താണ് പറയേണ്ടത്? ഇതൊന്നും വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. അഖീമുസ് സ്വലാത്ത എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ നമസ്കരിക്കണമെന്ന് റസൂൽ പഠിപ്പിച്ചത് റസൂലുള്ളാഹിയാണ്. ഹജ്ജ് ചെയ്യൂ എന്ന് ഖുർആൻ പറഞ്ഞു. എങ്ങനെയാ ഹജ്ജ് ചെയ്യേണ്ടത്? തവാഫിൽ 7 തവണ, സഫയിലും മർവയിലും 7 തവണ, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കാരം, മിനയിൽ ഇങ്ങനെ താമസിക്കണം, നിങ്ങൾ ജംറകളിൽ കല്ലെറിയണം. ഇതൊന്നും ഖുർആൻ പഠിപ്പിച്ചതല്ല, അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അപ്പൊ ഖുർആനെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല പണി എന്താണെന്ന് വെച്ചാൽ ഖുർആനിനെയും സുന്നത്തിനെയും തമ്മിൽ വേർതിരിക്കുക. എന്നിട്ട് ഞങ്ങൾ ഖുർആന്റെ ആളുകളാന്ന് പറയും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഖുർആൻ ഒരു തത്വസംഹിത മാത്രം, അതിന് പ്രായോഗികമായ രൂപങ്ങളില്ല. ഇതാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത് അല്ല ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആൻ മാത്രമല്ല ഖുർആൻ പോലെ മറ്റൊന്ന് അഥവാ ഇതിന്റെ സുന്നത്ത് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി പറയുന്നുണ്ട് വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തുല്യമാണ്. അഥവാ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അനുസരണം അള്ളാഹുവിന്റെ അനുസരണത്തിന്റെ ഭാഗമാണ്.
അതുകൊണ്ടാണ് അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ പറഞ്ഞത്. അപ്പോഴാണ് നമ്മുടെ ചെറുപ്പക്കാരൻ പറയുന്നത് സുന്നത്തിനെ വേണ്ട, സുന്നത്തില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയും. സാധ്യമല്ല, സുന്നത്ത് കൂടാതെ നിങ്ങൾക്കൊരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചു. ഞാൻ പറഞ്ഞത് ഖുർആനെ കുറിച്ച് എന്തിനാ ഈ സുന്നത്തിന് മാറ്റുന്ന അറിയോ? സുന്നത്തിൽ നിന്ന് ഖുർആൻ വേർപെടുത്തപ്പെട്ടു പോയാൽ ഖുർആൻ പിന്നെ നടപ്പിൽ വരാത്ത ചില ആശയങ്ങൾ മാത്രമാണ്. അഖീമുസ്സലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തൂ. എങ്ങനെ നമസ്കരിക്കണം? സുന്നത്തിലെ അതുള്ളൂ. സുന്നത്തൊഴിവാക്കാൽ നമസ്കാരമില്ലാതാവും. പ്രാഥമികമായ കാര്യമാണല്ലോ, ഒരു മുസ്ലിമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിർബന്ധ ബാധ്യതയാണല്ലോ നമസ്കാരം. അതുപോലും നിങ്ങൾക്ക് പ്രവാചകന്റെ ചര്യയില്ലാതെ നടപ്പാക്കാൻ സാധ്യമല്ല. അപ്പൊ ഇസ്ലാമിനെ റദ്ദ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം സുന്നത്തിനെ നിഷേധിക്കുകയാണ് എന്ന് കണ്ടതുകൊണ്ടാണ് സുന്നത്ത് നിഷേധിക്കാനുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ ഇറങ്ങിപ്പുറപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അള്ളാന്റെ റസൂല് സഹാബികളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഒരു ഉമ്മത്ത് പ്രതിസന്ധികളിൽ ഏർപ്പെടുമ്പോൾ, അവിടെ ചെറുപ്പക്കാർ വഴിവിട്ട് പെരുമാറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഒരു ഹദീസുണ്ട്. റസൂലുള്ള പറയാണ്, കൈഫ അൻതും, നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? ഇദാ തഗാ നിസാഉക്കും വ ഫസക ശബാബുക്കും, നിങ്ങളിലെ പെണ്ണുങ്ങൾ വഴിവിട്ട് പെരുമാറുന്ന ഒരു കാലമുണ്ടായാൽ, വ ഫസക ശബാബുക്കും, നിങ്ങളുടെ ചെറുപ്പക്കാർ വഴികേടിൽ വരുന്ന ഒരു കാലമുണ്ടായാൽ, കൈഫ അൻതും, നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? ഖാലു, ആ സഹാബികൾ ചോദിച്ചു, റസൂലുള്ളാഹി, അങ്ങനെയൊന്നും സംഭവിക്കുമോ ഈ ഉമ്മത്തിൽ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബൽ വ അശദ്ദു മിൻഹു സയകൂൻ, അല്ല, അതിനേക്കാൾ വലിയ ചില ദുരന്തങ്ങൾ ഈ ഉമ്മത്തിന് സംഭവിക്കാൻ പോകുന്നു. സഹാബികൾ ചോദിച്ചു, അമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ്? ഉടനെ റസൂലുള്ളാഹി പറയാൻ, കൈഫ അൻതും, നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? ഇദാ ലം തഅ്മുറു ബിൽ മഅറൂഫി വലം തൻഹു അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കാത്ത, തിന്മ വിരോധിക്കാത്ത, നിശബ്ദത പുലർത്തുന്ന ഒരു കാലം വരും. ഉടനെ സഹാബികൾ ചോദിക്കുന്നുണ്ട്, അക്കാഇനൻ ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒന്ന് സംഭവിക്കുമോ? ഖാല ഫവല്ലദി നഫ്സി ബിയദിഹി ബൽ വഅശദ്ദു മിൻഹു സയകൂൻ, റസൂലുള്ളാഹി പറയാണ്, അതിനേക്കാൾ വലിയ ചില ദുരന്തമുണ്ടാകും. സമൂഹത്തിൽ എന്ത് സംഭവിച്ചാൽ നിശബ്ദത പാലിക്കുന്നതിനേക്കാൾ വലിയ ദുരന്തം എന്താ? അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, അതിനേക്കാൾ വലിയ ദുരന്തം എന്താണ്? ഉടനെ റസൂലിന്റെ മറുപടി, കൈഫ അൻതും ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറൻ വൽ മുൻകറ മഅറൂഫ, നിങ്ങളിലെ ആളുകൾ നല്ലതിനെ ചീത്തയാണെന്ന് വിലയിരുത്തുന്ന ഒരു കാലം വരും, ചീത്തയെ നല്ലതാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കാലം വരും. സമൂഹത്തിൽ ചീത്ത ഹലാല് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നല്ല ഭക്ഷണം കൊടുത്ത് അതെന്തോ ഒരു മോശമാണെന്ന് വിലയിരുത്തുന്ന കാലം വരും. ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറൻ വൽ മുൻകറ മഅറൂഫൻ, നന്മയെ തീന്മയാണെന്ന് വിലയിരുത്തുന്ന, ചീത്തതിനെ നല്ലതാണെന്ന് വിലയിരുത്തുന്ന കാലം വരും. സഹാബികൾ ചോദിക്കുന്നുണ്ട്, അക്കാഇനൻ ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ സംഭവിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബൽ വഅശദ്ദു മിൻഹു സയകൂൻ, അതിനേക്കാൾ വലിയ ചില ദുരന്തം സംഭവിക്കാനിരിക്കുന്നു. ഖാലു വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, അതിനേക്കാൾ വലിയ ദുരന്തം എന്താ? ഉടനെ റസൂലിന്റെ മറുപടി, കൈഫ അൻതും, നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? ഇദാ അമർതും ബിൽ മുൻകരി വ നഹൈതും അനിൽ മഅറൂഫ്, ആളുകൾ പരസ്യമായി തെറ്റ് കൽപ്പിക്കുന്ന, നിങ്ങൾ തെറ്റ് കൽപ്പിക്കുന്ന, നന്മ തടയുന്ന ഒരു കാലം വരും. നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്. ഞാൻ പറയുന്ന ഈ ഹദീസ് യഥാർത്ഥത്തിൽ എന്നോടും നിങ്ങളോടുമുള്ള ഒരു ചോദ്യമാണ്. കൈഫ അൻതും, നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? നമ്മുടെ ഉമ്മത്ത് മുസ്ലിമയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന മൗലികമായ ഒരു ചോദ്യമാണ് അള്ളാഹുവിന്റെ റസൂല് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ദീൻ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകൂല. അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞ അങ്ങനെ തന്നെയാണ്, യുരീദൂന യുത്ഫിഉ നൂറല്ലാഹ് വയഅബല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹു, ഈ ദീനിനെ അള്ളാഹു പൂർത്തീകരിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, കൈഫ തഹ്ലികു ഹാദിഹിൽ ഉമ്മത്തു അന ഫി അവ്വലിഹാ വ ഈസ ഇബ്നു മറിയം ഫി ആഖിരിഹാ, ഈ ഉമ്മത്തിന്റെ തുടക്കക്കാരൻ ഞാനാണ്, ഇനി വരാനിരിക്കുന്നത് ഈസയായിരിക്കെ ഈ ഉമ്മത്ത് നശിക്കൂല. അള്ളാഹിന്റെ ഉമ്മത്തിനെ അള്ളാഹ് സംരക്ഷിക്കും. പക്ഷെ ഞാനും നിങ്ങളും ആ സംരക്ഷണത്തിൽ എവിടെയായിരിക്കും നമ്മുടെ റോള് എന്ന മൗലികമായൊരു ചോദ്യമാണ് അള്ളാഹ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ ഉമ്മത്തിങ്ങനെ വഴിവിട്ട് പെരുമാറുമ്പോൾ നിങ്ങൾ ഏതു പക്ഷത്ത് നിലകൊള്ളും? ആരുടെ പക്ഷത്ത് നിലകൊള്ളും? ബനൂ ഇസ്രായേലിന്റെ കഥയിൽ സൂചിപ്പിച്ച നിശബ്ദരായി മാറി നിന്യമായി ശിക്ഷയേറ്റുവാങ്ങുന്ന ഉമ്മത്തിന്റെ ആളുകളാകാനുള്ള വിധിയിലേക്ക് നമ്മൾ നടന്നെത്തപ്പെടരുത് എന്ന ഒരൊറ്റ ഓർമ്മപ്പെടുത്തൽ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.